90 ഡേയ്സ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. ആൻഡ് ഈ ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കൂടെ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഡെസിഷൻസ്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോഴാണ്. ആൻഡ് തീരുമാനിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ ആ തീരുമാനങ്ങൾ നമ്മൾ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണം. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് അത് ഞാൻ നാളെ രാവിലെ മുതൽ ചെയ്യും, അല്ലെങ്കിൽ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ന്യൂ ഇയർ ജാനുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒരിക്കലും നടക്കാമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എപ്പോഴായാലും എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും ലൈഫിലൊരു ചേഞ്ചൊക്കെ വരണമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് മുതൽ ചെയ്തു തുടങ്ങാം. ഇപ്പോൾ എനിക്കൊരു മാറ്റം വരണമെന്ന് തോന്നിയാൽ നേരെ നിങ്ങളെ ബെഡിലേക്ക് ഒന്ന് നോക്കുക. ബെഡ്ഷീറ്റ് വൃത്തിക്കല്ല വിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പില്ലോ നേരെയല്ല, അല്ലെങ്കിൽ ബെഡിൽ മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അവിടെ വെച്ച് തന്നെ തുടങ്ങട്ടെ നമ്മുടെ പുതിയ ചേഞ്ചസ്. എന്തുകൊണ്ടാണ് നമ്മൾ 90 ഡേയ്സ് എന്ന ഒരു ഓപ്ഷൻ പിക്ക് ചെയ്തത്? സാധാരണ നമ്മൾ പറയുന്നത് നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ 21 ഡേയ്സ് ആണ് വേണ്ടത് നോക്കാം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ 90 ഡേയ്സ് ഇവിടെ എടുത്തു എന്ന് ചോദിച്ചാൽ, 90 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് റേറ്റ് നമുക്ക് ഒരു ഗ്രാഫിക്കലായി നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. 21 ഡേയ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് നമുക്ക് അങ്ങോട്ട് വിസിബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. യെസ്, ഹാബിറ്റ് ഫോർമേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കുറച്ചൊക്കെ കിട്ടി തുടങ്ങുന്നത് ഈ 90 ഡേയ്സൊക്കെ ആകുമ്പോഴാണ്. ആൻഡ് 90 ഡേയ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കൂടുതലും അല്ല. എന്താണ്, നമ്മുടെ മോട്ടിവേറ്റഡായി പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരളവാണ്, ഒരു ഷോർട്ട് ടേം കൂടെയാണ്. പക്ഷേ നമ്മൾ റിസൾട്ട്സ് കാണാൻ പറ്റുന്നത്ര ലോങ് ടേമുമാണ്. അപ്പോൾ ഒരുപാട് വലിയൊരു ടാർഗറ്റ് അല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 90 ഡേയ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 90 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ വെക്കുമ്പോൾ നമുക്ക് പ്രോക്രാസ്റ്റിനേഷനുള്ള ചാൻസ് കുറയും. കാരണം നമുക്കൊരു ഡെഡ് ലൈൻ ഇല്ലാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെവിടെ അവസാനിക്കും, എപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും നോക്കാതിരിക്കുമ്പോൾ നമുക്ക് മടി വരാനും പിന്നത്തേക്ക് മാറ്റി വെക്കാനും ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ 90 ഡേയ്സ് എന്നുള്ളൊരു ടാർഗറ്റ് വെക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഗോൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 90 ഡേയ്സ് നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. കാരണം ഇതൊരു നെവർ എൻഡിങ് ജേർണി ആയിട്ടല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത്. ആൻഡ് 90 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മളതൊന്നും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കതിന് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്യുന്നതുമാണ്. ഇനി നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ്. ആദ്യം നമ്മൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ ഉള്ള ഞാൻ എന്ന വ്യക്തി എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തൊക്കെ കാര്യത്തിന് സ്ട്രെസ്ഡാണ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, എൻ്റെ ഗോളിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാത്തത്, ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡുള്ള ഒരു ടേബിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം, ഒരു ബുക്കിൽ ഡ്രോ ചെയ്യുക. ആൻഡ് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നൗ, ഇപ്പോൾ ഉള്ള നിങ്ങൾ എങ്ങനെയാണ്. ആൻഡ് സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഐഡിയൽ ലൈഫ്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിലിപ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ജിമ്മിൽ പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഡെയിലി 4 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെന്താ, ഇപ്പം എനിക്ക് ഡയറ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ ഫുഡൊന്നും തീരെ കൺട്രോൾ ചെയ്യുന്നില്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതി വെക്കുക. ആൻഡ് ഐഡിയൽ ലൈഫിൻ്റെ കോളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഞാനിങ്ങനെ ചെയ്യും എന്നല്ല. അതായത് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, അങ്ങനെയല്ല എഴുതേണ്ടത്. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തു, എൻ്റെ വെയിറ്റ് കുറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മളത് അച്ചീവ് ചെയ്ത രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തു, ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഒരുപാട് കുറഞ്ഞു, ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, എൻ്റെ എയിമിലേക്ക് എത്താൻ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിനെനിക്ക് ചെറിയ ചെറിയ സൂചനകൾ കാണുന്നുണ്ട്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആ ഒരു സക്സസ്സിലേക്ക് ഞാൻ എത്തിപ്പെടും, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് നടക്കുന്ന രീതിയിൽ, ഇപ്പോൾ അത് പ്രസൻ്റ്ലി അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഫസ്റ്റ് കോളത്തിലുള്ള സാധനങ്ങൾ
ചേഞ്ച് ചെയ്ത് സെക്കൻഡ് കോളത്തിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു ബ്രിഡ്ജിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം, നമ്മുടെ രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇരുന്ന് അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഫ്രം ഫസ്റ്റ് കോളം ടു സെക്കൻഡ് കോളത്തിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒറ്റയടിക്ക് 15-20 മാറ്റങ്ങളൊന്നും ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത് നമുക്ക് കഴിയില്ല. കാരണം നമ്മളത് ഒരു 10-15 ചേഞ്ചസ് നമ്മൾ എഴുതി വെച്ച് നമ്മളതിൽ 2-3 അച്ചീവ് ചെയ്ത് 12-11 നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മോട്ടിവേഷൻ അങ്ങ് പോകും. 12 ചെയ്തില്ല, കുഴപ്പമില്ല, അപ്പോൾ നാളെ 13 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ടാസ്കുകളുടെ എണ്ണം കുറഞ്ഞു വരും. ഇത് പിന്നീട് നമ്മുടെ എപ്പോഴത്തെയും പോലെ ലേസിനെസ്സിൽ അവസാനിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 3-4 ടാസ്കുകൾ മാത്രം സെറ്റ് ചെയ്യുക. ആൻഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളായിരിക്കണം. നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരുത്തുന്ന ടൈപ്പ് ടാസ്കുകളായിരിക്കണം. ആൻഡ് ഈ 3-4 ടാസ്കുകൾ 90 days ത്രൂ ഔട്ട് ചെയ്തിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഈ 4 ടാസ്കുകൾ ഞാൻ ചെയ്തിരിക്കും എന്നുള്ള 100% കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളത് ചെയ്തിരിക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻറ്റ് ആക്ഷൻസ് ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കൺസിസ്റ്റൻ്റായി ഈ 4 കാര്യങ്ങളും ചെയ്തിരിക്കണം. അതിലൊരു മാറ്റവും വരരുത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കലണ്ടറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് കുറിച്ചിടുക. ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ദിവസത്തിന് നേരെയും ഒരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 90 days കൃത്യമായിട്ട് ചെയ്തിരിക്കുക. ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് പാസ്റ്റ് ട്രോമാസ് വിട്ടുകളയാം. പണ്ട് ഞാൻ എത്ര സമയം കളഞ്ഞു, പണ്ട് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, പണ്ടത്തെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും നിങ്ങളെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ. ഇന്ന് മുതൽ ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ പുതിയൊരാളായിരിക്കും, നല്ലൊരു മനുഷ്യനായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നു. ഈ സത്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ ആക്ഷൻസാണ് നിങ്ങളുടെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യുക. സ്റ്റാർട്ട് നൗ. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.